ഹലോ എവരി വൺ, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേങ്ങാ ചമ്മന്തിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഒത്തിരി പേർക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ? അപ്പോൾ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത് കേട്ടോ. അറിയുന്നവരെല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? നല്ല ചൂടോടെ ചോറുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് ചമ്മന്തി ഉണ്ടെങ്കിൽ എന്താ ടേസ്റ്റ് അല്ലേ? നല്ല അടിപൊളി കോമ്പിനേഷൻ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊന്നും വേണ്ട. അഥവാ ഉണ്ടെങ്കിൽ ഇച്ചിരി മെഴുക്കുവരട്ടിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രസമാണ് കഴിക്കാനായിട്ട്. എനിക്കിങ്ങനെ മാത്രം മതി കേട്ടോ, എന്നാലും ഞാൻ കഴിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഇത്രയും സാധനങ്ങൾ വേണം കേട്ടോ നമുക്ക് വേണ്ടത്. ഈ സാധനങ്ങളെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ കിട്ടും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഏറ്റവും ആദ്യം നമുക്കൊരു മിക്സി ജാർ എടുക്കും. അത് 3 പച്ചമുളക് തേടയൊക്കെ ഇച്ചിരി സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ, എന്നാലേ കഴിക്കാൻ ടേസ്റ്റ് വരത്തുള്ളൂ. പിന്നെ നമ്മളാണെങ്കിൽ ചെറിയ ഉള്ളി ഒരു 5-8 ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ചെറിയൊരു കഷ്ണം നമുക്ക് പുളി വേണം. പിന്നെ കുറച്ച് ഇഞ്ചി വേണം. ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം നമുക്ക്. ഇത് നമുക്കാണെങ്കിൽ അതിനകത്ത് ഉണക്കമുളക് 5-6 ഉണക്കമുളക്, നമുക്ക് എത്ര സ്പൈസിയാണ് കഴിക്കാൻ താല്പര്യമുള്ളൂ. ഞാൻ ഇച്ചിരി സ്പൈസി ആയിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് ഇച്ചിരി എരിവുള്ള മുളക്, അത് ഒരു 6 ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനാണെങ്കിൽ ഇച്ചിരി കളറിന് വേണ്ടിയായിട്ട് കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുത്തേക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ട് എരിവൊന്നും വരത്തില്ല, കാണാൻ നല്ലൊരു അടിപൊളി ലുക്കും ആയിരിക്കും കേട്ടോ. അത് കാരണം നമ്മൾ ആഡ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഈ സമയത്ത് നമ്മൾ നോക്കണം കേട്ടോ, ഉപ്പോ പുളിയോ എരിവൊക്കെ പാകത്തിനുണ്ടോ ഇല്ലയോ എന്ന്. ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ നമുക്ക് ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇതാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഉപ്പും പുളി എല്ലാം പാകത്തിനായിട്ടുണ്ട്, എരിവൊക്കെ. അപ്പോൾ എനിക്കൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല കേട്ടോ. അപ്പോൾ അതേ നമുക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഇത് വലിയൊരു ഉരുള പോലെ ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു ഉരുള ബോൾസ് ആക്കി ചോറിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചൂടോടെ ചോറിനൂടെ കഴിച്ചാൽ എന്താ ടേസ്റ്റ്, അടിപൊളി. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.